മഴത്തോരു മുമ്പേടെ വരാനിരിക്കുന്ന ഒരു സൂപ്പർ എപ്പിസോഡിൻ്റെ സ്റ്റോറി ആയിട്ട് പറയാൻ പോകുന്നത്. അങ്ങനെ അലീനയെ പോലീസൊക്കെ പിടിച്ചു കൊണ്ടുപോയെങ്കിലും രേവതിക്കുട്ടിയും മാമച്ചാനും ഗ്രേസമ്മയും ഒക്കെ കൂടിയിട്ട് അലീനയെ രക്ഷിച്ച് വീട്ടിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അതിനൊക്കെ ശേഷം ബാലചന്ദ്രനെ കാണാൻ പോയിരിക്കുകയാണ് അലീന. ബാലചന്ദ്രനെ കുറേ ആശ്വസിപ്പിക്കുന്നൊക്കെ ഉണ്ടെങ്കിലും ബാലചന്ദ്രൻ ഇതൊന്നും ഇങ്ങനെ വിട്ടാൽ പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ രോഹിത്തിൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ടെങ്കിലും എനിക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങണം എന്ന് പറയുമ്പോൾ അച്ഛൻ ഇറങ്ങിയിട്ടും ഒന്നും കാര്യമില്ല, അച്ഛനെ കൊണ്ടൊന്നും ചെയ്യാനൊന്നും പറ്റത്തില്ല എന്ന് പറയുകയാണ് അലീന. ആ സമയത്ത് ബാലചന്ദ്രൻ പറയുന്നുണ്ട് എന്നാലും എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ എന്നൊക്കെ അന്വേഷിക്കുന്നുണ്ട്. അതേസമയമാണ് നമ്മുടെ രാജീവും ശിവേട്ടനും രാജീവും കൂടെ പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് CIയെ കണ്ട് സംസാരിക്കും ഒക്കെ ചെയ്യുന്നുണ്ട്. എങ്ങനെയെങ്കിലും രോഹിത്തിനും ഹരിക്കും ജാമ്യം ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ടാണ് അവർ ചെല്ലുന്നത്. പക്ഷേ CI കടുത്ത ഭാഷയിൽ തന്നെ അവരോട് പറയുന്നുണ്ട്, നിങ്ങൾ എന്തൊക്കെ ചെയ്തിട്ടും കാര്യമില്ല, ഈ കേസിൽ നിന്ന് അവർക്ക് രക്ഷപ്പെട്ടു പോരാൻ പറ്റത്തില്ല, നിങ്ങൾ എന്തൊക്കെ എത്ര പണം വാരി എറിഞ്ഞിട്ടൊന്നും യാതൊരു കാര്യവുമില്ല എന്ന് പറയണം. അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വരുന്ന സമയത്ത് ആ സെല്ലിനകത്ത് അവിടെ രോഹിത്തും ഹരിയും ഇങ്ങനെ ആകെ വിഷമിച്ച് തളർന്നു കുത്തി കിടക്കുന്നത് രാജീവും ശിവനും കാണുന്നുണ്ട്. അവർക്ക് ശരിക്കും വിഷമമൊക്കെ തോന്നുന്നുണ്ട്, ഹരിയെയും രോഹിത്തിനെയും അങ്ങനെ കാണുമ്പോൾ വിഷമമൊക്കെ തോന്നുന്നുണ്ട്. പക്ഷേ അവരെ കാണാനോ അടുത്തേക്ക് ചെന്ന് സംസാരിക്കാനോ ഒന്നും പോലീസുകാർ സമ്മതിക്കുന്നില്ല. അങ്ങനെ അവിടെ നിന്ന് നേരെ ഹോസ്പിറ്റലിലേക്കാണ് ചെല്ലുന്നത്. ഹോസ്പിറ്റലിലേക്ക് ചെന്നിട്ട് ബാലചന്ദ്രനെ കാണുന്നുണ്ട്. ബാലചന്ദ്രനോട് കണ്ട് സംസാരിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ആയാൽ ശരിയാവോ ബാലേന്ദ്ര, എങ്ങനെയെങ്കിലും മക്കളെ പുറത്തിറക്കണ്ടേ, അവരെ ജാമ്യത്തിൽ ഇറക്കണ്ടേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, അവരെ നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ് സ്കൂളിലും കോളേജിലൊക്കെ വിട്ടത്. അവർക്ക് പക്ഷെ അതൊന്നും പോരായിരുന്നു, അവരതിനപ്പുറം പോയി അന്വേഷിച്ച് കണ്ടെത്താനായിട്ടാണ് നടന്നത്. അപ്പോൾ അവർ അനുഭവിക്കാനുള്ളത് അനുഭവിക്കട്ടെ എന്നൊക്കെ പറയുമ്പോൾ അതൊന്നും രാജീവനും ശിവനും ഇഷ്ടപ്പെടുന്നില്ല. കാരണം നമ്മുടെ മക്കളാണ്, മക്കൾ തെറ്റ് ചെയ്താൽ എങ്ങനെയെങ്കിലുമൊക്കെ രക്ഷിച്ചെടുക്കണമല്ലോ. അപ്പോൾ ശിവൻ പറയുന്നത് തെറ്റ് ആർക്കാണ് പറ്റാത്തത്, അത് ക്ഷമിക്കേണ്ടേ എന്ന് പറയുമ്പോൾ തെറ്റ് എല്ലാവർക്കും പറ്റും, പക്ഷെ അവർ ചെയ്തത് തെറ്റ് എന്ന് പറയാൻ പറ്റുമോ? അതുമാതിരി വൃത്തികെട്ട പരിപാടിയല്ലേ, അത്രയും മോശപ്പെട്ട നീചമായ പ്രവൃത്തിയല്ലേ, ഇത് തെറ്റ് എന്ന് പറഞ്ഞ് നിസ്സാരമാക്കി ശിവേട്ടന് നിങ്ങൾക്ക് എങ്ങനെ സാധിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പുറത്ത് കിടക്കുന്നത് ഒരു കൊച്ചാണ്, നിങ്ങൾക്കുള്ള വീട്ടിൽ പെൺകൊച്ച്, എനിക്കുണ്ട്, ആ കൊച്ചുങ്ങൾക്കാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെങ്കിൽ ഇങ്ങനെയായിരിക്കുമോ നമ്മുടെയൊക്കെ തീരുമാനം എന്നൊക്കെ പറഞ്ഞ് വളരെയധികം ദേഷ്യത്തോടെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ ബാലചന്ദ്രൻ്റെ അടുത്ത് നിന്നിട്ട് കാര്യമൊന്നുമില്ല എന്ന് മനസ്സിലായി. അപ്പോൾ എന്നാലും രാജീവൻ ചോദിക്കുന്നുണ്ട്, അല്ല അലീനയെ രക്ഷിച്ചത് ആരാണ്? അലീനെ ഇങ്ങനെ പോലീസ് കൂട്ടിക്കൊണ്ടുപോയ സമയത്ത് അവളെ രക്ഷിക്കാനായിട്ട് വന്നില്ലേ? അപ്പോൾ ആ വഴിക്ക് നമുക്കൊന്ന് ശ്രമിച്ചു നോക്കിക്കൂടെ, അവരെ നമുക്കൊന്ന് കോണ്ടാക്ട് ചെയ്തൂടെ എന്ന് പറയുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, അവളെ രക്ഷിക്കാനായിട്ട് മുന്നിട്ടിറങ്ങിയത് അവളുടെ അനിയത്തിയും അവരുടെ കുടുംബവുമാണ്. അവരുടെ ഒരു കസിൻ്റെ അച്ഛനാണ് ഈ മധുസൂദനൻ നായർ DVSP. അങ്ങനെയാണ് അവർ കണക്ട് ചെയ്തത് എന്ന് പറയുമ്പോൾ ആ വഴി നമുക്കൊന്ന് ശ്രമിച്ചൂടെ എന്ന് പറയുമ്പോൾ അങ്ങനെ ശ്രമിക്കാൻ പറ്റത്തില്ല. ആ മധുസൂദനൻ നായർ വളരെ കറക്റ്റായിട്ട് ഓടുന്ന, അതായത് അത്രയും നല്ല ആളാണ്, അല്ലാതെ ഒരു കറപ്ഷനോ അങ്ങനെയൊന്നുമുള്ള ആളൊന്നുമല്ല. അതുകൊണ്ട് അയാളെ സ്വാധീനിക്കാനൊന്നും പറ്റത്തില്ല. അലീനയുടെ കാര്യത്തിൽ തന്നെ അയാൾക്ക് സത്യസന്ധമായത് തോന്നിയത് കൊണ്ടാണ് അവളുടെ കാര്യത്തിൽ അയാൾ കൂട്ടുനിന്നത് എന്ന് പറയണം. എന്നാലും അലീനയൊന്ന് പറഞ്ഞാൽ അവരൊന്ന് അതിനെക്കുറിച്ച് സംസാരിക്കില്ലേ എന്നൊക്കെ പറയുമ്പോൾ എനിക്കറിയത്തില്ല, ഞാൻ പറയത്തില്ല അലീനയോട്. കാരണം മക്കളാണ് എന്ന് കരുതിയിട്ട് എന്ത് തെമ്മാടിത്തരവും കാണിക്കാനുള്ള അധികാരവും ലൈസൻസും ഒന്നും ആർക്കും കൊടുത്തിട്ടില്ല. അപ്പുറത്ത് കിടക്കുന്നത് ഒരു പാവപ്പെട്ട പെൺകുട്ടിയാണ്. ശിവേട്ടൻ്റെ വീട്ടിലൊരു മോളില്ലേ, ആ മോളാണ് ഈ അവസ്ഥയിൽ കിടക്കുന്നതെങ്കിൽ അത് ചെയ്തവന്മാരോട് ശിവേട്ടൻ ക്ഷമിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ ശിവന് വാക്കുകൾ ഒന്നും കിട്ടുന്നില്ല കേട്ടോ. അപ്പോൾ രാജീവനാണെങ്കിൽ ഭയങ്കര ദേഷ്യം വരികയാണ്. ഇനിയിപ്പോൾ അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ആ കൊച്ചിന് അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി, ഇനി അതിൽ നിന്ന് എങ്ങനെയെങ്കിലും മുക്തമാവാനുള്ള എന്തെങ്കിലുമൊക്കെ വഴിയല്ലേ നമ്മൾ നോക്കേണ്ടത്, അതിൽ നിന്നൊന്ന് മോചനം കിട്ടണ്ടേ എന്നൊക്കെ പറയുമ്പോൾ എന്നെക്കൊണ്ട് ഇവിടെ കിടന്നൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയണം ഞാൻ. അപ്പോൾ ബാലചന്ദ്രൻ ഒന്നും ചെയ്യത്തില്ല എന്ന് മനസ്സിലാവുകയാണ്. ഞാൻ വക്കീലിനെ വെച്ചിട്ടുണ്ട്, പക്ഷേ വക്കീൽ പറയുന്നത് ജാമ്യം കിട്ടത്തില്ല എന്ന് തന്നെയാണ് എന്ന് പറയണം. അങ്ങനെ അവിടെ നിന്ന് അവർ രണ്ടുപേരും ഇറങ്ങിയിട്ട് പിന്നെ നേരെ ചെല്ലുന്നത് വൈജയുടെ അടുത്തേക്കാണ്. വൈജയുടെ അടുത്തേക്ക് ചെല്ലുന്ന സമയത്ത് വൈജയോടും പറയുന്നുണ്ട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവതരിപ്പിക്കുമ്പോൾ വൈജയും പൊട്ടിക്കരയാട്ടോ ചെയ്യുന്നത്. വൈജ പറയുന്നത് രോഹിത്തിനെ കൂട്ടിക്കൊണ്ടുപോയി ഹരി ചതിച്ചതാണ് എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെയല്ലല്ലോ പറയുന്നത്, കമല പറയുന്നത് രോഹിത്താണ് ഹരിയെ കൂട്ടിക്കൊണ്ടുപോയത് എന്നാണല്ലോ. രോഹിത്തിന് ഒന്നും അറിയത്തില്ല, ഹരിയാണ് എല്ലാ കാര്യത്തിനും അവന് വിളിക്കുന്നതും കൂട്ടിക്കൊണ്ടുപോകുന്നതും. ഒരുപാട് തവണ ബാലചന്ദ്രനും അലീനയും ഒക്കെ പറഞ്ഞതാണ് രോഹിത്തിനോട് അവൻ്റെ കൂട്ടുകെട്ടിൽ നിന്ന് പോകണമെന്ന്, പക്ഷെ അവനത് കേട്ടില്ല. അതിനുള്ളതാണ് അവൻ അനുഭവിക്കുന്നത്. ആ
നശിച്ചവൾ വീട്ടിൽ വന്ന് കയറിയതിന് ശേഷമാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്ന് വീണ്ടും ഇങ്ങനെ അലീനയെ പറ്റി പറയുമ്പോൾ നീ എന്തറിഞ്ഞിട്ട് ആരെക്കുറിച്ച് ഈ പറയുന്നതെന്ന് വല്ല ബോധമുണ്ടോ? അലീന എന്ത് ചെയ്തിട്ടാണ് അലീനയാണ് എല്ലാത്തിനും കാരണക്കാരി എന്ന് നീ പറയുന്നത് എന്ന് ദേഷ്യപ്പെട്ട് ചോദിക്കുകയാണ് ശിവൻ. അപ്പോൾ രാജീവും പറയുന്നുണ്ട് ഇതിനൊന്നും കാരണം അലീനയൊന്നുമല്ല, നിങ്ങൾ തമ്മിലുള്ള വാശിയും വൈരാഗ്യമൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞ് രാജീവൻ വൈജയെ കുറ്റപ്പെടുത്തുന്നുണ്ട്. എന്നെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടാണോ നിങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് ചോദിച്ച് ദേഷ്യപ്പെട്ടുകൊണ്ട് സംസാരിക്കുകയാണ് വൈജ. അങ്ങനെ എന്താണെങ്കിലും പിന്നെ ശിവൻ ചോദിക്കുന്നുണ്ട്, അലീനയെ രക്ഷപ്പെടുത്തിയത് അവളുടെ അനിയത്തി എന്ന് പറയുന്ന ആ ഫാമിലി ആണല്ലോ, അതുവഴി അലീനയോട് ഒന്ന് പറഞ്ഞു നോക്കിയാലോ, നിനക്കൊന്ന് പറഞ്ഞോടായിരുന്നു അലീനയോട് രോഹിത്തിനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന്. പിന്നെ എൻ്റെ പട്ടി പറയും ഞാൻ അവളുടെ കാല് പോയി പിടിക്കാനോ, എന്നെക്കൊണ്ട് അതിനൊന്നും പറ്റത്തില്ല. സ്വന്തം മകൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ, അതും കാല് പിടിക്കുന്നത് വേറെ ആരുടെയോ അല്ലല്ലോ, അലീനയുടെ അല്ലേ എന്ന് പറയുമ്പോൾ അലീനയുടെ കാല് പിടിക്കേണ്ട കാര്യം എന്താ? അവൾ എൻ്റെ ആരാണ്? ആരുമല്ല, ഏതോ ഒരു തെരുവ് വേശ്യയ്ക്ക് ജനിച്ച ഏതോ ഒരു പിഴച്ച് പെറ്റ സന്താനം. അതിൻ്റെ കാല് പിടിച്ച് ഞാൻ എൻ്റെ മോനെ രക്ഷിക്കണമെന്നോ? അവൻ ജയിലിൽ കിടക്കണമെങ്കിൽ കിടക്കട്ടെ, എന്നാലും അവളുടെ കാല് പിടിക്കാനൊന്നും ഞാൻ പോകത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര ദേഷ്യത്തിൽ ഇങ്ങനെ സംസാരിക്കുകയാണ് വൈജയന്തി. എന്താണെങ്കിലും അവളുടെ കാല് പിടിക്കാനൊന്നും എന്നെക്കൊണ്ട് പറ്റത്തില്ല. ഞാൻ അവളുടെ കാല് പിടിക്കാനോ ഒന്നിനും ഇല്ല. അവൻ ജയിലിൽ കിടക്കാനാണ് അവൻ്റെ വിധിയെങ്കിൽ അവൻ ജയിലിൽ കിടക്കട്ടെ, ഞാൻ അത് സഹിച്ചല്ലേ പറ്റുള്ളൂ. എന്താണെങ്കിലും നാട് മൊത്തം അറിഞ്ഞു, നാട്ടിൽ മൊത്തം അറിഞ്ഞു, ആകെ പ്രശ്നമല്ലേ. ഇനിയിപ്പോൾ ഇത്രയൊക്കെ ആയില്ലേ, ഇനി അവൻ്റെ വിധി അങ്ങനെ വരട്ടെ എന്നൊക്കെ പറയുമ്പോൾ നിനക്ക് എങ്ങനെ ഇങ്ങനെ പറയാൻ തോന്നുന്നു വൈജയ്? നിൻ്റെ മനസ്സ് കല്ലാണോ എന്നൊക്കെ ചോദിച്ച് രാജീവ് ഇങ്ങനെ പറയുന്നുണ്ട്. പിന്നെ ഞാൻ എന്ത് പറയണം? പിന്നെ ഞാൻ അവളുടെ കാല് പോയി പിടിക്കണോ? എന്നെക്കൊണ്ട് അതിനൊന്നും പറ്റത്തില്ല എന്നൊക്കെ പറയണം. അങ്ങനെ പിന്നീട് അലീന ഹോസ്പിറ്റലിൽ നിന്ന് നേരെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. ഇവർ വരുന്നതിന് മുൻപ് അലീന പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പോകുന്ന സമയത്ത് വീട്ടിലെത്തുന്ന സമയത്ത് ആ ഗേറ്റിന് മുന്നിൽ മുഴുവൻ ആൾക്കൂട്ടം കൂടി നിൽക്കുക കേട്ടോ, വീടിൻ്റെ മുന്നിലൊക്കെ. അപ്പോൾ ഈ വീട്ടിലെ ചെറുക്കനാണല്ലോ. അപ്പോൾ അലീന അവിടെ വന്ന് ഓട്ടോ ഇറങ്ങുന്ന സമയത്ത് ആൾക്കൂട്ടം ഇങ്ങനെ ആ ഓട്ടോയിൽ വളയുന്നുണ്ട്. എന്നിട്ട് അലീനയുടെ നേരേക്ക് വരികയാണ് എല്ലാവരും കൂടെ. നീ എന്തിനാണ് കൊച്ചി ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത്? നിനക്ക് ഇവിടെ വിട്ട് പോകാൻ പാടില്ലേ? ആ ചെറുക്കന്മാരെ നിന്നെ ഉപദ്രവിച്ചതല്ലേ, പിന്നെ നീ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത്? നിനക്ക് അവർ ഒരുപാട് കാശും പണമൊക്കെ തന്നിട്ടുണ്ടായിരിക്കുമല്ലേ എന്നൊക്കെ പറഞ്ഞ് അലീനയെ തടഞ്ഞു വെച്ചുകൊണ്ട് ഒരുപാട് ഇങ്ങനെ ഹരാസ് ചെയ്ത് സംസാരിക്കുകയാണ് ആ നാട്ടുകാർ മൊത്തം. എല്ലാവരും പറയുന്നുണ്ട്, നീ എന്തിനിവിടെ നിൽക്കുന്നു? നിനക്ക് പൊക്കൂടെ? ഈ നശിച്ച ഫാമിലിയിൽ നീ എന്തിന്? നീ വേലക്കാരിയാണെങ്കിൽ നിന്നെ അവർ ഉപദ്രവിക്കാൻ ശ്രമിച്ചതല്ലേ, പിന്നെ എന്തിനാണ് നീ ഇവിടെ നിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ അലീന അവരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവർ അലീന പറയുന്നതൊന്നും കേൾക്കുന്നില്ല കേട്ടോ. മര്യാദക്ക് നിനക്ക് ഇവിടുന്ന് പോകുന്നതായിരിക്കും നിൻ്റെ ലൈഫിന് നല്ലത്. പിന്നെ നീ ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ അവർക്ക് സപ്പോർട്ടായിട്ടല്ലേ നീ ഇവിടെ നിൽക്കുന്നത് എന്ന് പറയുമ്പോൾ അലീന പറയുന്നുണ്ട്, ഇവിടെ 2 പെൺകുട്ടികൾ തനിച്ചല്ലേ, ഇവിടുത്തെ അച്ഛനും അമ്മയും ഹോസ്പിറ്റലിൽ, ഇവരെ ഇട്ടിട്ട് എനിക്ക് പോകാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുകയാണ്. നീ എന്തിനാണ് അതൊക്കെ നോക്കുന്നത്? നീ ഇവരെ ആരുമല്ലല്ലോ, എനിക്ക് ഇവരുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അവരുടെ ആൾക്കാർ വന്ന് കൊണ്ടുപോയിക്കോളും അവരെ. എന്തിനാ നീ ഇവരെ നോക്കിക്കൊണ്ട് ഇവിടെ നിൽക്കുന്നത്? നിനക്ക് നിന്റെ ജീവിതം നോക്കി പൊക്കൂടെ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അലീനയ്ക്ക് വീട്ടിലേക്ക് കയറാനും പറ്റുന്നില്ല കേട്ടോ. അങ്ങനെ ഇവിടെ മൊത്തം ആ പ്രശ്നം ആണ് ഉള്ള ഒരു ന്യൂസ് പോലീസ് സ്റ്റേഷനിൽ അറിയുന്നുണ്ട്. അങ്ങനെ പോലീസുകാർ അവിടുന്ന് പെട്ടെന്ന് വരുന്നുണ്ട് കേട്ടോ. അലീനയുടെ ഇങ്ങോട്ട് ബാലചന്ദ്രൻ്റെ വീട്ടിലേക്ക് വരികയാണ്. അപ്പോൾ പോലീസുകാർ പെട്ടെന്ന് പോകുന്നത് കണ്ടപ്പോൾ അവിടെ കുറച്ച് പത്രക്കാരും മീഡിയക്കാരൊക്കെ ഉണ്ടല്ലോ, അവരെല്ലാവരും കൂടെ ഇങ്ങോട്ട് അവരുടെ പുറകെ വെച്ച് പിടിക്കുന്നുണ്ട്. അപ്പോൾ എന്തോ ഒരു കാര്യമായിട്ടുള്ള എന്തോ സംഭവം ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് അവരും വരുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് എല്ലാവരും കൂടെ അലീനയുടെ നേരേക്ക് വരികയാണ്. അപ്പോൾ പോലീസ് വന്നിട്ട് ആ നാട്ടുകാരൊക്കെ ഓടിക്കുന്നുണ്ട്, എന്താ അവിടെ പ്രശ്നം എന്നൊക്കെ ചോദിച്ചിട്ട്. അല്ല സാർ, ഞങ്ങൾ ഈ കൊച്ചിനോട് പറയായിരുന്നു, എന്തിനാണ് അവർ പീഡിപ്പിക്കാനൊക്കെ ശ്രമിച്ചതല്ലേ, പിന്നെ എന്തിനാണ് ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത്, ഇവൾക്ക് ഇവിടുന്ന് പോകാൻ പാടില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ നിങ്ങളാരാ അതൊക്കെ ചോദ്യം ചെയ്യാൻ എന്നൊക്കെ പറഞ്ഞ് പോലീസുകാർ അവിടെ വിരട്ടി ഓടിക്കാനായിട്ട് നോക്കുകയാണ്. ആ സമയത്ത് പത്രക്കാരൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ പത്രക്കാർ അലീനയുടെ നേരേക്ക് വരുന്നുണ്ട്, മീഡിയക്കാർ. അപ്പോൾ അലീനയോട് ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് മുൻപ് പരാതിപ്പെടാതിരുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്കൊന്നും പറയാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് അലീന അകത്തേക്ക് പോകാനായിട്ട് നിൽക്കുമ്പോൾ അവർ പത്രക്കാർ വിടുന്നില്ല കേട്ടോ. ഞങ്ങൾ ചോദിച്ചതിന് മറുപടി പറഞ്ഞിട്ട് നിങ്ങൾ പോയാൽ മതി എന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോൾ അലീന അതിന് കൂട്ടാക്കാതെ വീണ്ടും അകത്തേക്ക് കയറാനായിട്ട് നോക്കുമ്പോൾ അവർ വീണ്ടും ഇങ്ങനെ വളഞ്ഞിട്ട് ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ പോലീസുകാരാണെങ്കിൽ അവളെ ചോദ്യം ചെയ്തിട്ട് അവൾ പരാതിയൊന്നും കൊടുത്തില്ലല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ദേഷ്യത്തിന് പത്രക്കാർ അവളോട് ചോദ്യങ്ങൾ ചോദിക്കട്ടെ എന്നുള്ള രീതിയിൽ അവർ മാറി നിൽക്കണം. അല്ലാതെ പത്രക്കാരെ ഈ മീഡിയക്കാരെ അവർ മാറ്റി നിർത്തി ഒന്നും ചെയ്യുന്നില്ല.
അപ്പോൾ എന്താണെങ്കിലും അവർ ചോദിക്കട്ടെ, ആ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ ഇവൾ എന്ത് മറുപടി പറയും? അന്ന് പരാതി കൊടുക്കാൻ പറഞ്ഞപ്പോൾ അന്ന് അവൾക്ക് പരാതി ഇല്ലായിരുന്നു. ഇപ്പോൾ പത്രത്തിലൊക്കെ ഇങ്ങനെ അച്ചടിച്ച് വന്നല്ലേ, ഇനിയിപ്പോൾ ഇവൾ നേരിട്ട് എന്താണ് പറയുന്നത് എന്ന് കേൾക്കാനായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ അലീന പറയുന്നുണ്ട്, എനിക്ക് പരാതിയില്ല, എന്നോടൊന്നും ചോദിക്കേണ്ട, എനിക്ക് പരാതിയില്ല, അതുകൊണ്ടാണ് ഞാൻ പരാതിപ്പെടാഞ്ഞത് എന്ന് പറയണം. അല്ല, നിങ്ങൾ ഈ വീട്ടിൽ വെച്ചിട്ടല്ലേ അവർ മയക്കുമരുന്ന് തന്നിട്ട് പീഡിപ്പിക്കാൻ ശ്രമിച്ചത്, എന്നിട്ടല്ലേ നിങ്ങൾ കത്രിക എടുത്ത് വയറ്റിൽ കുത്തിയത്? അന്ന് നിങ്ങൾ പോലീസിനോട് പറഞ്ഞത് എന്താണ്? നിങ്ങളുടെ കയ്യിൽ അബദ്ധത്തിൽ കൊണ്ടുവന്ന്. എന്നിട്ട് ഇപ്പോൾ പോലീസ് നിങ്ങളോട് പരാതി കൊടുക്കാൻ പറഞ്ഞെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് പരാതി കൊടുത്തില്ല? ആ ഒരു പരാതി കൊടുക്കുമ്പോൾ ആ കേസ് ഒന്നും കൂടി ബലപ്പെടുകയല്ലേ ഉള്ളൂ. അപ്പോൾ അത് ആ ഇപ്പോഴത്തെ കേസിനും അവർക്ക് കൂടുതൽ ഉപകാരപ്പെടും. നിങ്ങൾ എന്തുകൊണ്ടാണ് ആ ക്രിമിനൽസിനെ രക്ഷിക്കാനായിട്ട് നോക്കുന്നത്? നിങ്ങൾക്ക് എന്താണ് ഇതിലുമായി ബന്ധം എന്നൊക്കെ ചോദിച്ച് ഈ പോലീസുകാർ പറഞ്ഞു കൊടുത്തത് പോലെ ചോദിക്കുന്ന പോലെ അങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ അലീനയോട് ചോദിക്കുന്നത് കണ്ടപ്പോൾ ആ എസ് ഐക്ക് ഭയങ്കര സന്തോഷമാകുന്നുണ്ട്. അയാളവിടെ ഇങ്ങനെ ഒരു ഗൂഢമായ ചിരിയോട് കൂടിയിട്ട് ഇവിടെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ആ സമയത്ത് അലീന പറയുന്നുണ്ട്, അത് കഴിഞ്ഞ കാര്യമാണ്, ഒരുപാട് നാളായി അങ്ങനെ ഒരു പ്രശ്നം കഴിഞ്ഞിട്ട്. അതിൽ ഞാൻ അവരോട് ക്ഷമിച്ചതാണ്. എൻ്റെ സ്വന്തം സഹോദരനെ പോലെയാണ് ഞാൻ രോഹിത്തിനെ കാണുന്നത്. അപ്പോൾ അവൻ്റെ ഭാവി ഇല്ലാതാവണ്ട എന്ന് കരുതിയിട്ടാണ്, ഞാൻ കാരണം അവൻ്റെ ഭാവി ഇല്ലാതാവണ്ട എന്ന് കരുതിയിട്ടാണ് ഞാൻ അന്ന് പരാതി കൊടുക്കാതിരുന്നത്, അല്ലാതെ എന്നെ ആരും ഫോഴ്സ് ചെയ്തിട്ടോ ഒന്നുമല്ല എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ പറയുന്നത് മുഴുവൻ കള്ളമാണ് ബാലചന്ദ്രൻ. ആ രോഹിത്തിൻ്റെ അച്ഛൻ നിങ്ങൾക്ക് പണം തന്നില്ലേ? ആ പണം തന്നതുകൊണ്ടല്ലേ നിങ്ങൾ പരാതി കൊടുക്കാഞ്ഞത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നുമല്ല, എനിക്ക് അന്ന് അവരുടെ ഭാവി നഷ്ടപ്പെടണ്ടെന്ന് ഓർത്തിട്ട് ഞാൻ പരാതിപ്പെടാഞ്ഞതാണ് എന്ന് പറയുമ്പോൾ, അങ്ങനെയല്ലല്ലോ പോലീസുകാർ ഞങ്ങളോട് പറഞ്ഞത്, നിങ്ങൾക്ക് പണം തന്നു, നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഒരുപാട് പണം വിട്ടു, അതിനല്ലേ ചോദ്യം ചെയ്യാനായിട്ട് നിങ്ങളെ വിളിച്ചു കൊണ്ടുപോയത് എന്ന് പറയുമ്പോൾ അലീനയ്ക്ക് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്. അലീന പറയുന്നുണ്ട്, ശരിക്കും പീഡനം ഞാൻ അനുഭവിച്ചത് പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ടാണ് എന്ന് പറയണം. അപ്പോൾ പോലീസുകാർ ഒന്ന് ഞെട്ടിപ്പോകുന്നുണ്ട്. ആ എസ് ഐ ഇങ്ങനെ ഞെട്ടിപ്പോകുന്നു, ഇവളെന്തായി പറയാൻ പോകുന്നത് എന്നോർത്തിട്ട്. അതെന്താ, പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ട് നിങ്ങൾക്ക് നേരെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായോ എന്ന് ചോദിക്കുമ്പോൾ, എനിക്ക് പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ട് മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒരുപാട് പീഡനം ഏൽക്കേണ്ടി വന്നിട്ടുണ്ട് എന്ന് പറയണം. ആ സമയത്ത് എസ് ഐ ഒന്ന് ഞെട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അലീന പറയുന്നുണ്ട്, പോലീസ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്യാനെന്ന പേരിൽ എന്നെ വിളിച്ചു കൊണ്ടുപോയിട്ട് ഒരു തുള്ളി വെള്ളം പോലും തരാതെ എന്നെ പീഡിപ്പിച്ചു. കുടിക്കാൻ വെള്ളമോ കഴിക്കാൻ ഭക്ഷണമോ എനിക്ക് തന്നില്ല. ഉച്ച സമയത്ത് കൂട്ടിക്കൊണ്ടുപോയിട്ട് രാത്രി 12 മണിക്കാണ് എന്നെ തിരിച്ച് വീട്ടിൽ കൊണ്ടുവന്നാക്കുന്നത്. അത്രയും സമയം എന്നെ ആ പോലീസ് സ്റ്റേഷനിൽ ഇരുത്തി പീഡിപ്പിക്കുകയായിരുന്നു. നോട്ടം കൊണ്ടും ഭാവം കൊണ്ടും ചോദ്യങ്ങൾ കൊണ്ടും എന്നെ പീഡിപ്പിക്കുകയായിരുന്നു എന്നൊക്കെ അങ്ങനെ അലീന പറഞ്ഞു തുടങ്ങുമ്പോൾ എസ് ഐക്ക് ആകെ എന്തൊക്കെയോ സംശയം തോന്നുന്നു. എസ് ഐ പറയുന്നുണ്ട്, ഇനി മതി ചോദ്യങ്ങളൊക്കെ ചോദിച്ചത്, അകത്തേക്ക് കയറി പൊക്കോട്ടെ എന്ന് പറയുമ്പോൾ അലീന തടയുന്നുണ്ട്. അല്ല, എനിക്ക് സംസാരിക്കാനുണ്ട് എന്ന് പറയണം. അങ്ങനെ മാധ്യമപ്രവർത്തകരോട് അലീന പറയുന്നുണ്ട്, പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ടുണ്ടായ സംഭവങ്ങളൊക്കെ പറയണം. എന്നെ നിർബന്ധിച്ചും ഭീഷണിപ്പെടുത്തിയും പരാതി എഴുതി വാങ്ങിക്കാനാണ് ശ്രമിച്ചത്. എന്നെ മാനസികമായിട്ട് ഒരുപാട് മോശമായിട്ട് എന്നെ തളർത്തുന്ന രീതിയിൽ എന്നോട് സംസാരിച്ചു. അങ്ങേയറ്റം മോശമായ ഭാഷയാണ് എന്നോട് ഉപയോഗിച്ചത് എന്നൊക്കെ പറയണം. സി ഐയുടെ പേരും അതുപോലെ എസ് ഐയുടെ പേരൊക്കെ, എസ് ഐ രമേശൻ നമ്പ്യാരും അതുപോലെ സി ഐ ആ ബാലകൃഷ്ണൻ പണിക്കരും അവരുടെ പേരൊക്കെ എടുത്ത് പറഞ്ഞിട്ടാണ് അലീന പറയുന്നത്. അവർ രണ്ടുപേരും എന്നോട് വളരെ മോശമായ രീതിയിലാണ് സംസാരിച്ചത്. അതുമാത്രമല്ല, സി ഐ രാത്രിയിൽ മഫ്തിയിൽ വന്നിട്ട് ഒരു ലാത്തി എടുത്തിട്ട് എൻ്റെ മേലൊക്കെ മുട്ടിച്ചുകൊണ്ട് വളരെ മോശമായ രീതിയിൽ എന്നോട് ബിഹേവ് ചെയ്തു. അതൊക്കെ ശാരീരിക പീഡനം തന്നെയാണ്. ഞാൻ അതിനെതിരെ പരാതി കൊടുക്കാനാണ് പോകുന്നത്, എനിക്ക് പരാതിയുണ്ട് അതിനെതിരെ എന്നൊക്കെ പറഞ്ഞ് അലീന ഇങ്ങനെ സംസാരിക്കുമ്പോൾ ആ പോലീസുകാരാകെ പെട്ടുപോകണം. ഇത്രയും നേരം അലീന എന്ത് പറയും എന്നൊക്കെ ഉദ്ദേശിച്ച് അവരൊക്കെ അങ്ങനെ ഓർത്ത് അലീനെ കുറച്ച് വെള്ളം കുടിക്കട്ടെ എന്നുള്ള രീതിയിൽ നോക്കി നിന്ന പോലീസുകാരൊക്കെ ആകെ ഞെട്ടിപ്പോവാണ്. അലീന ഇങ്ങനെയൊക്കെ പറയുമെന്ന് കരുതിയതേ അല്ല. ആ സമയത്ത് വീണ്ടും പോലീസുകാർ ഇടപെടുന്നുണ്ട്. മതി, ഇനി മതി, ചോദ്യം ചോദിച്ചതൊക്കെ മതി എന്നൊക്കെ പറഞ്ഞിട്ട് അലീനെ അകത്തേക്ക് തള്ളി കയറ്റാനായിട്ട് നോക്കുമ്പോൾ, അല്ല എനിക്ക് ഇനിയും സംസാരിക്കാനുണ്ട് എന്ന് പറയുമ്പോൾ, നീ എന്താടി കരുതിയത്, നീ ഞങ്ങൾക്കെതിരെ ഉണ്ടാക്കാനാണോ നടക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ, ഇത്രയും നേരം ഇവരെന്നോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ കേട്ട് സാർ ഇവിടെ രസിച്ച് നിൽക്കുകയായിരുന്നില്ലേ? ആ പത്രക്കാരിൽ നിന്ന് എന്നെ രക്ഷിച്ച് അകത്തേക്ക് കയറ്റി വിടാനതിന് പകരം ആ ചോദ്യങ്ങളൊക്കെ കേട്ട് സാർ അവർക്കൊപ്പം നിന്ന് എൻ്റെ മറുപടി ആയിട്ട് കാത്തു നിൽക്കായിരുന്നില്ലേ? ഇനി എനിക്ക് പറയാനുള്ളത് സാറ് കേൾക്കണം, ഇനി എനിക്ക് പറയാനുള്ളത് അവർ കേൾക്കട്ടെ എന്ന് പറയുമ്പോൾ അയാളാകെ ഒന്ന് വരണ്ടു പോകുന്നുണ്ട് കേട്ടോ. മതി, ഇത്രയും മതി എന്ന് പറയുമ്പോൾ, പറ്റില്ല, എനിക്ക് കൂടുതൽ പറയാനുണ്ട്, എന്നെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് പീഡിപ്പിച്ച കാര്യങ്ങളൊക്കെ എനിക്ക് പറയാനുണ്ട്, ഞാനത് പരാതിയായിട്ട് പറയുകയും ചെയ്യും എന്നൊക്കെ പറയുമ്പോൾ അയാൾ വരണ്ടു പോകുന്നുണ്ട്. ദേ കളിക്കല്ലേ എന്നൊക്കെ പറയുമ്പോൾ, ഇത്രയും നേരം സാറ് കളി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നില്ലേ, ഇനി ശരിക്കും കളി കാണുക എന്ന് അലീന പറയാട്ടോ. അപ്പോൾ അയാൾക്ക് ആകെ ഒരു പതർച്ച വരികയാണ്. സോറി, ക്ഷമിക്കണം, ഇനി ഇങ്ങനെ ഒന്നും ഉണ്ടാവത്തില്ല എന്ന് പറഞ്ഞാൽ അയാൾ അലീനോട് വളരെ ക്ഷമ യോജിക്കുന്ന പോലൊക്കെ
സംസാരിക്കുന്നുണ്ട്. അലീന പറയുന്നുണ്ട്, ഇത്രേ എനിക്കിനി പറയാനുള്ളൂ, ഇനി വേറൊന്നും പറയാനില്ല, എനിക്ക് ഉണ്ടായ അനുഭവമാണ് ഞാൻ പറഞ്ഞത്, പോലീസ് സ്റ്റേഷനിൽ വെച്ചുണ്ടായ അനുഭവമാണ് പറഞ്ഞത്. അപ്പോൾ അതിനെതിരെ താങ്കൾ പരാതിപ്പെടുന്നുണ്ടോ എന്ന് ഒരു പത്രപ്രവർത്തക ചോദിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിനെതിരെ പരാതിപ്പെടാൻ ഞാൻ ആലോചിക്കുന്നുണ്ട്, അച്ഛൻ വന്നിട്ട് വേണം അതിനെതിരെ പരാതിപ്പെടാൻ എന്നൊക്കെ ഇങ്ങനെ പറയണം. അങ്ങനെ അതിനുശേഷം അലീന അകത്തേക്ക് കയറി പോകുന്നുണ്ട്. പിന്നീട് അവിടെയുള്ള ആൾക്കാരൊക്കെ ഓടിച്ച് പോലീസും പോവുകയാണ്. അകത്തേക്ക് എത്തുമ്പോൾ അലീനയോട് കൃഷ്ണമോൾ ചോദിക്കുന്നുണ്ട്, എന്തായിരുന്നു ചേച്ചി അവിടെ ബഹളം എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ വരുന്ന സമയത്ത് നാട്ടുകാരെല്ലാവരും കൂടിയിട്ട് എന്നോട് ഇവിടുന്ന് പൊക്കോളാൻ പറഞ്ഞു, ഈ വീട് വിട്ട് പോകാനൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്ന ആ സമയത്ത് പോലീസും പത്രക്കാരൊക്കെ വന്നു. അപ്പോൾ ഉണ്ടായ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയണം. ആ സമയത്താണ് മുകളിൽ നിന്ന് ബബിത ഇറങ്ങി വരുന്നത്. അപ്പോൾ ബബിത ഇങ്ങനെ ദേഷ്യത്തോടു കൂടിയിട്ടാണ് അലീനയെ നോക്കുന്നത് കേട്ടോ. ബബിത പറയുന്നുണ്ട്, ഈ പ്രശ്നങ്ങൾക്കൊന്നും ഒരു സൊല്യൂഷനില്ല, ഇവിടെ കിടന്ന് ശ്വാസം മുട്ടാണ് മനുഷ്യന്, എനിക്ക് പുറത്തേക്ക് പോകണം, എനിക്ക് കോളേജിൽ പോകണം എന്നൊക്കെ പറയുമ്പോൾ, ചേച്ചി എന്താ ഈ പറയുന്നത്, ചേച്ചിക്ക് പുറത്ത് നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയത്തില്ലേ, ചേച്ചി ഫോണൊന്ന് എടുത്ത് നോക്കി അല്ലെങ്കിൽ ടി വി ഒന്ന് ഓണാക്കി നോക്കി എന്ന് പറയുമ്പോൾ, എന്ന് കരുതിയിട്ട് ഈ വീട്ടിലിങ്ങനെ അടച്ചിട്ടിരിക്കാൻ പറ്റുമോ, എനിക്കിന്ന് പുറത്ത് പോകണം, എനിക്ക് കോളേജിൽ പോയില്ലെങ്കിലും എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാനായിട്ട് എനിക്ക് പോകണം എന്ന് പറയുമ്പോൾ അലീന പറയുന്നുണ്ട്, ഒരു ഫ്രണ്ടിനെ കാണാനും ഈ വീട്ടിൽ നിന്ന് പോകാൻ പറ്റത്തില്ല, നീ എന്തൊക്കെ ചെയ്താലും ശരി ഈ വീട്ടിൽ നിന്ന് നിന്നെ ഞാൻ വിടത്തില്ല എന്ന് പറയുമ്പോൾ, നീ ആരാടി എന്നെ ഇവിടെ കൂട്ടിയിടാൻ, എന്നെ ഇവിടെ കെട്ടിയിടാൻ നീ ആരാടി, ഞാൻ എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യും, നീ ആരാ തടയാൻ, നിനക്ക് തടയാൻ പറ്റുമെങ്കിൽ തടയും എന്നൊക്കെ പറയുമ്പോൾ അലീന പറയുന്നുണ്ട്, എന്നാൽ നിനക്ക് പോകാൻ പറ്റുമെങ്കിൽ നീ ഒന്ന് പോയി നോക്ക്, അന്നേരം ഞാൻ കാണിച്ചു തരാം എന്നൊക്കെ പറയണം. അപ്പോൾ എന്താണെങ്കിലും അലീന വിടൂല എന്ന് ബബിതയ്ക്ക് മനസ്സിലായിട്ട് ചാടിത്തുള്ളി മുകളിലേക്ക് തന്നെ പോവുകയാണ് ബബിത.